വചനമൊഴി മെയ് 13. വചനഭാഗം 1 തിമോത്തി 6:17-21, മത്തായിയുടെ സുവിശേഷം 19:23-30. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? ഈശോ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക? ഈശോ അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ ജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എന്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാരായ അനേകർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യ പ്രാപ്തിക്ക് എന്തു ചെയ്യണം എന്ന കാര്യമാണ് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്. ഇഹലോക ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. നിത്യജീവൻ പ്രാപിക്കുന്നതിന് പരിത്യജിക്കൽ ആവശ്യമാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. സൂചിക്കുഴ എന്ന് പറയുമ്പോൾ വലിയ കവാടങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ചെറിയ വാതിലുകളാണ്. ഒട്ടകത്തിന് ഈ സൂചിക്കുഴയിലൂടെ കടക്കണമെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തു കയറിയിരിക്കുന്നവർ താഴെ ഇറങ്ങി അതിൻ്റെ മുകളിലുള്ള പാണ്ഡങ്ങളൊക്കെ മാറ്റി അതിൻ്റെ തലയൊക്കെ കുനിപ്പിച്ച് വേണമെങ്കിൽ ഈ ചെറിയ വാതിലിലൂടെ ഒട്ടകത്തെ കടത്താം. അപ്രകാരം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു സ്വയം പരിത്യജിക്കലും ശൂന്യവൽക്കരണവും എളിമപ്പെടലുമൊക്കെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ മാർഗം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുന്നുവെന്ന് ഈശോ പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. എളിമയിലൂടെയും പങ്കുവെക്കലിലൂടെയും പരിത്യജിക്കലിലൂടെയും ആണ് സ്വർഗരാജ്യത്തിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള കവാടം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇഹലോക ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വയം പരിത്യജിക്കലും ശൂന്യവൽക്കരണവും പങ്കുവയ്ക്കലും ആവശ്യമാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും എളിമയിലും ശൂന്യവൽക്കരണത്തിലും വളരുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.